ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പുതിയ ATM കാർഡുകൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വന്നിട്ടുണ്ടോ? അത് കാർഡ് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ ബാങ്കുകൾ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ബന്ധപ്പെട്ട ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ നമുക്കിത് ഈസി ആയിട്ട് എനേബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ SBIയുടെ ATM കാർഡിൻ്റെ ഈ ഫീച്ചർ എങ്ങനെയാണ് ഓൺ ആക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് യോനോ ആപ്പ് ഓപ്പൺ ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും വെച്ചോ MPIN വെച്ചോ ലോഗിൻ ചെയ്യാം. ലോഗിൻ പാസ്വേഡ് മറന്നു പോയാൽ എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ആപ്പ് ഓപ്പണായി വന്നപ്പോൾ MPIN വെച്ചാണ് ഞാനിവിടെ ലോഗിൻ ചെയ്യുന്നത്. ശേഷം വരുന്ന മെയിൻ ഇൻ്റർഫേസിൽ അക്കൗണ്ട്സ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മൈ ബാലൻസ് എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ആ ഓപ്ഷൻ്റെ സൈഡിലായുള്ള മറ്റ് ഓപ്ഷനുകളിൽ നിന്ന് മൈ ഡെബിറ്റ് കാർഡ്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ATM കാർഡുകൾ അവിടെ കാണിക്കും. ഏത് കാർഡിനാണ് കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഓൺ ആക്കേണ്ടത്, ആ കാർഡിന് തൊട്ട് താഴെയുള്ള മാനേജ് യൂസേജ് ആൻഡ് ലിമിറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണിക്കുന്ന പെർമിഷൻസിൽ കൊമേഴ്സ് ട്രാൻസാക്ഷൻ എന്നത് ഓൺ ആക്കി കൊടുക്കുക. ഡെയിലി ലിമിറ്റ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ബാങ്കുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിൽ തന്നെയാണ് നമ്മളിപ്പോൾ യോനോ ആപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കിട്ടിയ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ യൂസേജ് ആൻഡ് ലിമിറ്റ്സ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ഫോർ ദ ഡെബിറ്റ് കാർഡ് എന്ന് കാണിക്കും. ഓക്കെ കൊടുക്കുക. ഇനി ഈ കാർഡ് ഏത് തരത്തിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസിന് വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. ഇന്ത്യൻ ഗ്യാസിൻ്റെ EKYC ഫോണിലൂടെ ചെയ്യുന്നതിനെക്കുറിച്ചൊരു വീഡിയോ കൂടി അപ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്